എന്നിട്ട് പിന്നെ പറയുക അൻവർ എന്താ മരുമോനിസത്തിനെ പറ്റി പറയുന്നത്. മരുമോന് റിയാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ SFI അല്ലേ എന്നാ ഇപ്പോൾ ചോദിക്കുന്നത്. ആർക്കാ എതിർപ്പുള്ളത്? ആരാ അല്ല എന്ന് പറഞ്ഞത്? അപ്പോൾ ചോദ്യം മരുമോനിസമുള്ളൂ. ഈ പറയുന്ന എന്താ പിണറായി സാർ അംഗീകരിച്ചു കേട്ടോ. അത് എന്താണ് അൻവർ പിണറായി സാറിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോസ്റ്റ് ഇടുന്നില്ല. ഒരാൾക്ക് ഇതുവരെ തൊഴിൽ കൊടുക്കാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. ഒറ്റാൾക്ക്. മന്ത്രി മറുപടി പറയട്ടെ. പക്ഷേ ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട്. ഞാനിവിടെ ഇറങ്ങിയതിന് ശേഷം 100 ആൾക്ക് മുമ്പിൽ തൊഴിൽ കൊടുത്തിട്ടുണ്ട്. 100 ചെറുപ്പക്കാർക്ക് 15,000 രൂപ സാലറി. വർക്ക് അറ്റ് ഹോമാണ്, സൈബറാണ്. മനസ്സിലായില്ലേ? PV അൻവർ പോസ്റ്റ് ഇട്ടാൽ അൻവറിൻ്റെ ബാപ്പാക്കും ബാപ്പാൻ്റെ ബാപ്പാക്കും വല്യാപ്പാൻ്റെ ബാപ്പാക്കും വിളിക്കാൻ 100 ആളെ ചെലവിനെടുത്ത് നിർത്തിയിരുന്നു. എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. 100 ആളെങ്കിലും ജീവിച്ചു പോകണ്ടല്ലോ അല്ലേ? 15 ലക്ഷം റുപ്യ വരും. 15,000 വെച്ച് ഒരു മാസം കൊടുക്കാനും 45 ലക്ഷം റുപ്യ ആയിക്കോട്ടെ. ആ കുട്ടിയൊക്കെ അത് കിട്ടുമല്ലോ. ഓല് വിളിച്ചോട്ടെ അറിഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് ഭയങ്കര വിഷമം. ഓല് വിളിച്ചോട്ടെ എന്നാലും ഓലെ ജീവിതം അതേ തൊഴിൽ മൂപ്പര് കൊടുത്തിടണം. മനസ്സിലായോ? എന്നിട്ട് PV അൻവർ മരുമോനിസത്തിനെ കുറിച്ച് പറയാണ്. അതിലാണ് പരാതി. ഇവിടെ ഒരു മരുമോനിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ധിക്കാരാണ്, അഹങ്കാരം. ഈ ആധുനിക സംവിധാനങ്ങളും ഈ ഭരണ സംവിധാനവും മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഈ ആശുപത്രിൻ്റെ ഗതിയാണിത്. ഇത് എല്ലാ മേഖലയും ടച്ച് ചെയ്യും. ഞങ്ങളൊരു 20ഓളം സ്പോട്ടുകൾ UDF ലീഡർഷിപ്പ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പറയുന്ന മന്ത്രി ഒരു ഫോൺ ചെയ്താൽ പരിഹരിക്കാൻ കഴിയുന്ന എത്രയോ വിഷയങ്ങൾ. ചാലിയത്തുങ്ങൾ വന്നല്ലോ. ഈ പറയുന്ന വികസനം നട മുട്ടിന് ചാലിയാണല്ലോ. നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ. കാരണം ഇറങ്ങണമെങ്കിൽ അവിടെ തന്നെ തോണി വേണം. ഇവിടെ കരയിൽ മാർക്കറ്റിൽ തോണി വേണ്ട അവസ്ഥ ഉള്ള മാർക്കറ്റ് ഈ ചാലിയമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വികസനവും കാരണം വികസനം നടത്തിയിട്ട് വെല്ലുവിളിക്കുകയാണല്ലോ. അപ്പോൾ ജനങ്ങൾ ബോധ്യപ്പെടട്ടെ. എനിക്ക് ഒറ്റ റിക്വസ്റ്റാണ് എൻ്റെ പത്രമാധ്യമ പ്രവർത്തകരോട്. ദയവായിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ കാണിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഞങ്ങളെന്താ പറയുക കളവ് പറയുന്നുണ്ടെങ്കിലോ വളച്ചൊടിക്കുന്നത് നിങ്ങൾ ചോദിച്ചോ. നേരെ നമുക്ക് സമ്മതിക്കാം. വളരെ മോശമാണ്, വളരെ മോശം. നിലമ്പൂരിലേക്ക് വെല്ലുവിളിക്കുക മന്ത്രിനെ. 10-67 മെഷീനുണ്ട് ഈ പറയുന്ന ഡയാലിസിസ് നിലമ്പൂരിൽ. അതിൽ 10-30 ഫ്രീ ആയിട്ട് താലൂക്ക് ആശുപത്രിൻ്റെ താഴെയാണ് CHC, അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ആവശ്യമുണ്ടെങ്കിൽ വേരിലും കായ്ക്കും. പക്ഷേ ഇവിടെ ഒരാവശ്യമില്ല. മൂപ്പര് ഈ പറന്ന് നടന്ന് ഈ റീൽസും വിട്ട് ആളുകളെ പറ്റിക്കാന്ന് വിചാരിച്ചിരുന്നു. എവിടെ ഇപ്പം മന്ത്രി? അതെ ചോദിക്കുന്നത്. എവിടെ ഇപ്പം മന്ത്രി? അല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം പോയി കണ്ടു. ഇത് ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ 25 കൊല്ലമായിട്ട് കാന്തപുരം ഉസ്താദിനെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇന്നും ഇന്നലെയല്ല. ഒരാവശ്യത്തിനല്ല അവിടെ പോകാറ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പം പോയിട്ട് എന്താ പറയുക സലാം അടിക്കേണ്ട ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യം. എപ്പോഴെങ്കിലും ഒരു മനസ്സലിവൊക്കെ തോന്നിയല്ലോ. ഇപ്പോൾ വീണ ജോർജ് മറുപടി പറയും. നിങ്ങൾ നോക്കണം. മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി 2.5 ആഴ്ചയായി നിയമസഭ തുടങ്ങിയിട്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം. ഈ നിയമസഭാ സമ്മേളനത്തിൽ മൂപ്പര് ബേപ്പൂർ കൂടെയാണ്. 3-4 ദിവസമാണ് കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുത്തത്. എന്തിനാ ബേജാറാണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു അവിടെ വലിയ അൻവർ നല്ല രീതിയിൽ തോൽക്കും, അൻവറിനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു വാർത്തകൾ. ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലമ്പൂർ വന്നിരുന്നു നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു അൻവർ പോയിട്ട് പാർട്ടിക്ക് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സെക്രട്ടറി തന്നെ. മനസ്സിലായില്ലേ? അവിടെ മൊത്തം ജനങ്ങൾ വടിച്ചു വിട്ടു. മനസ്സിലായില്ലേ? ഒരു രോമല്ല, എല്ലാം അതാണ് സ്ഥിതി. അതവർ മനസ്സിലാക്കിയാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട മന്ത്രി ഈ മണ്ഡലത്തിൽ കൂടെ ഓടി നടക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് എനിക്ക് കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അവരെയൊക്കെ കാണുകയും പോവുകയും അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചില ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുകയാണ്. എന്നോർക്ക് ഒന്നും വിചാരിക്കരുത് കേട്ടോ, മൂപ്പര് രാവിലെ വിളിച്ചിരുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉച്ചക്ക് വിളിക്കുകയാണ് എൻ്റെ വേറെ ബന്ധുവിന്. എന്നിട്ട് പറയാണ് പിന്നെ മണി 11 ഞാനൊരു തിരക്കാണ്, ഉച്ചഭക്ഷണത്തിനാണ് വരുന്നുണ്ട്, ഉള്ള ഭക്ഷണം മതി കേട്ടോ. എന്നിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം ചീപ്പാണ് അദ്ദേഹം നടത്തുന്ന പ്രവൃത്തി എന്നതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ.